പ്രിയമുള്ള ദൈവജനമേ, നമ്മൾ ആരും ചിന്തിക്കരുത് നമ്മുടെ പാപം നമ്മുടെ മാത്രം പാപമാണെന്ന് ചിന്തിക്കരുത്. ചിലർ പറയുന്നത് കേൾക്കാറുണ്ട്, ഇത് എൻ്റെ പാപം, എൻ്റെ ജീവിതം, എൻ്റെ ഇഷ്ടം, ഞാൻ ചെയ്യുന്ന പാപം, അതിനകത്ത് ഇപ്പോൾ ആർക്കാ ഇത്ര ബുദ്ധിമുട്ട്? അല്ല. ഈശോയ്ക്കെതിരെ വിധിവാക്യം ഉച്ചരിച്ചതും ഒടുവിൽ കൈ കഴുകി ഒഴിഞ്ഞതും പീലാത്തോസ്. ഉറക്കം നഷ്ടപ്പെട്ടത് പീലാത്തോസിൻ്റെ ഭാര്യയുടെ. അതായത് ഒരാൾ ചെയ്യുന്ന പാപം ഒരാളുടെ മാത്രം പാപമായി തീർന്നു പോകുന്നില്ല. ആ പാപത്തിൻ്റെ ക്ലേശം മറ്റാരൊക്കെയോ സഹിക്കേണ്ടി വരുന്നുണ്ട് എന്ന തിരിച്ചറിവ് ഈ വാക്യം നമുക്ക് നൽകുന്നുണ്ട്. ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിരന്തരം സംഭവിക്കുന്ന ഒരു കാഴ്ചയാണ്. നമ്മുടെ വീട്ടകത്തേക്ക് നോക്കിക്കോ. കുടുംബനാഥൻ പറയുന്നു, ഞാൻ മദ്യപിക്കും, ഞാൻ അധ്വാനിക്കുന്നുണ്ട്, പകലന്തിയോളം പണിയെടുക്കുന്നുണ്ട്, വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്,